ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇഷ്ടമില്ലാത്തതോ ദ്രോഹകരമായതോ ആയ ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്തുവെന്നിരിക്കട്ടെ. മാനുഷികമായി നമ്മുടെ ആദ്യ പ്രതികരണം നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും. ചിലരാണെങ്കിൽ അവരെ ശപിക്കും, ശാപവാക്കുകൾ ഉപയോഗിക്കും. മനുഷ്യർ പലവിധമാണ്. അവരുടെ വികാര വിചാരങ്ങൾ പല രീതിയിലായിരിക്കും. എന്നാൽ തിരുവചനം പറയുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ഒരിക്കലും ശപിക്കരുത്, ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവൂ എന്നാണ്. അനുഗ്രഹ വചസ്സുകൾക്ക് ജീവിതത്തിൽ വലിയ ഫലം സൃഷ്ടിക്കാൻ കഴിയും. നാം ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ അതുവഴി നാം തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. പലപ്പോഴും ചില ഫോൺ സംഭാഷണങ്ങളുടെ അവസാനം നാം പറയാറുണ്ടല്ലോ, ദൈവം സഹോദരനെ, ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഇതുപോലെ വചനം പറഞ്ഞും നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആശംസകൾ നേരാൻ പറ്റും. പ്രത്യേകിച്ച് ഇനി മുതൽ ആര് നിങ്ങളെ വേദനിപ്പിച്ചോ അവർക്കായി അവരെ അനുഗ്രഹിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുക. 128 സങ്കീർത്തനമാണ് അവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വചനം ഇങ്ങനെയാണ്: നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഈ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെയും അനുഗ്രഹിക്കും. വചനം ഏറ്റുപറയുന്നതിലൂടെ നാം തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഓർമ്മിക്കുക, ഒരിക്കലും നാം നമ്മെ പീഡിപ്പിക്കുന്നവരെ ശപിക്കരുത്, മറിച്ച് അനുഗ്രഹിക്കുക മാത്രം ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ മറ്റൊരു വചനം കൂടിയുണ്ട്. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24-26 തിരുവചനമാണത്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഈ വചനവും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായോ അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന വ്യക്തിയോ ഒക്കെ സമർപ്പിച്ച് അവരനുഗ്രഹിക്കപ്പെടാനായിട്ട് ഈ വചനം പറഞ്ഞും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമൊക്കെ വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നമ്മൾ വിഷ് ചെയ്യുന്നതോടൊപ്പം സംഖ്യയുടെ പുസ്തകം 6-ന്റെ 24-26 വചനം കൂടി നിങ്ങളൊന്ന് എഴുതി അവരെ വിഷ് ചെയ്യൂ. ആ ജന്മദിനം ഏറെ അനുഗ്രഹപ്രദമായിരിക്കും അവർക്ക്. പലതിനെ ഓർത്തും പല ആളുകളെ ഓർത്തും നിങ്ങളെ വേദനിപ്പിച്ചവരൊക്കെ ഓർത്ത് നിങ്ങളിന്ന് ഒത്തിരി പ്രയാസപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഈ 128 സങ്കീർത്തനം എടുത്ത് ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാനായിട്ട് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മനസ്സിലെ ആ സങ്കടം മാറിക്കിട്ടും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.